തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഹാജരായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേട്ടതിന് ശേഷം മാത്രമേ ഒരു ഇടക്കാല ഉത്തരവ് പാസ്സാക്കാൻ പറ്റുള്ളൂ എന്ന കോടതി പറഞ്ഞത്. മാത്രമല്ല കേരള കേസുകൾ മറ്റുള്ള കേസുകളുമായിട്ട് വ്യത്യാസമുണ്ടെന്നും ഇന്ന് കോടതി പറഞ്ഞു. അതുകൊണ്ട് കേരള കേസുകൾ മാത്രമാണ് 26-ന് പരിഗണിക്കുകയുള്ളൂ, ബാക്കിയുള്ള കേസുകളെല്ലാം ഡിസംബർ 1-ാമത്തെ ആഴ്ചയെ പരിഗണിക്കുകയുള്ളൂ എന്നും കോടതി പറഞ്ഞു. ഇന്നിപ്പോ ഉന്നയിക്കാത്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേൾക്കാതെ കോടതിക്കൊന്നും ചെയ്യാൻ ഒരു ഇടക്കാല ഉത്തരവും പാസ്സാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേട്ടതിന് ശേഷം മാത്രമേ ഒരു ഇടക്കാല ഉത്തരവ് പാസ്സാക്കാൻ പറ്റുള്ളൂ എന്ന് കോടതി നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ ഒക്കെ ആയിട്ട് നമ്മളുടെ ഹർജികൾ സർവ് ചെയ്തതാണ്. ഇന്ന് കേസ് വരുമെന്ന് അവരടുത്ത് പറഞ്ഞതുമാണ്, ഇമെയിൽ കൂടി പറഞ്ഞതാണ്. ഞാനിപ്പോ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറിനെ അദ്ദേഹത്തിന്റെ മെയിലിൽ അയക്കുകയും ചെയ്തതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്റെ അഭിപ്രായത്തിൽ ഇതിൽ നിന്ന് വിട്ടുനിന്നത് തന്നെയാണ്, മാറി നിന്നത് തന്നെയായിരിക്കും. കാരണം ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് നമ്മുടെ പെറ്റീഷൻ ഉത്തരം പറയേണ്ടി വരും. ചിലപ്പോൾ എന്തെങ്കിലും ഇടക്കാല ഉത്തരവ് വന്നാലോ എന്നുള്ള ചിലപ്പോൾ ഒരു തോന്നൽ നിന്നാകാം ഒരു 4 ദിവസം 5 ദിവസം കൂടിയാണ് ഡിലേ വരികയാണെങ്കിൽ അത്രയും കൂടി അവർക്ക് ഡിലേ പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വാദം ഉന്നയിക്കാം എന്നുള്ള ഒരു സംഗതിയും ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ ഉണ്ടാകാം. അതിന്റെ ബേസിസിലാകാം ഇന്ന് അവർ ഹാജരാകാതിരുന്നത്. അല്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണഘടനാ ബോഡി എന്നുള്ള രീതിയിൽ ഒരു പെറ്റീഷൻ ഇവിടെ വരുമ്പോൾ അത് നമ്മൾ സർവേ ചെയ്യുമ്പോൾ അവരവരുടെ വക്കീലിനെ ഇൻസ്ട്രക്ട് ചെയ്തിട്ട് എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കോടതിയെടുത്ത് പറയേണ്ടതായിരുന്നു. പക്ഷേ അത് നടന്നില്ല. ഇപ്പോ കോടതി പറഞ്ഞതനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഇനി 2ാം തീയതി സർവ് ചെയ്തിട്ട് 26-ാം തീയതി അവരുടെ വാദം കൂടി കേട്ടതിന് ശേഷം എന്താണ് ഇടക്കാല ഉത്തരവാണോ എന്താണ് പാസ് ചെയ്യേണ്ടതെന്നുള്ളത് അന്ന് കോടതി പുറപ്പെടുവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.